അനുമോളെ വിവാഹം ചെയ്യാൻ തയ്യാറായി. അനുമോളോട് വിവാഹാലോചനയുമായി അനീഷ്. അനുമോൾ സമ്മതിക്കുമോ? കൂടുതൽ അറിയാൻ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഏഷ്യാൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് വന്നതാണ്. അതിൽ പറയുന്ന പ്രകാരം ഇപ്പം അനുമോളും അനീഷും കൂടെ ഒരു കസേര ഇരിക്കുകയാണ്. ഈ ആടുന്ന ഒരു കസേര ഇരിക്കുകയാണ്. അപ്പം അനീഷ് അനുമോളോട് ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് അനുമോളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പം ചേട്ടൻ വന്ന സമയത്ത് എനിക്ക് ചേട്ടനെ തീരെ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പം എങ്ങനെയാണ്? ഇപ്പം അങ്ങനെയൊന്നുമല്ല. ചേട്ടനെ ഇഷ്ടപ്പെടാത്ത ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അനീഷ് ഉടനെ എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മയെ എന്ന് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചതിന് മറുപടി പറയുന്നു അനീഷ് ചോദിക്കുന്നുണ്ട് അനുമോളോട്. അനുമോളോട് ഒന്നും കാണിക്കുന്നില്ല. അപ്പം കുറേ മ്യൂസിക്കൊക്കെ ഇട്ട് ബിഗ് ബോസ് അത് എടുത്ത് കാണിക്കുന്നുണ്ട്. ഒരു സീരിയൽ പോലെയാണ് ബിഗ് ബോസ് ഇപ്പം ഇവരുടെ രണ്ടുപേരുടെയും സംസാര രീതിയൊക്കെ ഇവർ കാണിക്കുന്നു. ഇപ്പം അനുമോള് അനീഷിനോട് തിരിച്ച് വിവാഹത്തിന് സമ്മതം മൂളുന്നു. പല യൂട്യൂബ് ചാനലിലും വന്ന് സമ്മതം മൂളിയെന്ന് അത് തെറ്റായ നടപടിയാണ്. അനുമോളൊത്തെങ്കിൽ ഇതേ പറയുള്ളൂ, ചേട്ടാ നമുക്ക് പുറത്തിറങ്ങിയതിന് ശേഷം ആലോചിക്കാം, അല്ല എൻ്റെ അച്ഛനോടും അമ്മയോട് ചോദിച്ചിട്ട് ആലോചിക്കാം എന്നേ പറയുള്ളൂ. പക്ഷെ അനുമോൾക്ക് അനീഷിനോട് തിരിച്ചൊരു ഇഷ്ടം ഇല്ല. അത് ഒരു ചേട്ടനായിട്ടുള്ള ഇഷ്ടമുണ്ട്, അല്ലാതെ വേറെ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടം അനുമോൾക്ക് ഇല്ല. ഒന്നാമത്തെ കാരണം കാസ്റ്റ് വേറെയാണ്. രണ്ടാമത്തെ കാര്യം അനുമോൾ നേരത്തെ തൊട്ട് ഒരുപാട് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, വീട്ടുകാർ സമ്മതിക്കുന്ന വിവാഹമാണ് ഞാൻ ചെയ്യുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇത് അനീഷിൻ്റെ ഈ ഒരു സംഭവം അനുമോളുടെ വീട്ടുകാരും ചിലപ്പോൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അനീഷ് ഓൾറെഡി ഡിവോഴ്സ്ഡ് ആണോ അതോ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരാളാണ്. അപ്പം ഡിവോഴ്സ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അനീഷിൻ്റെ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ അനുമോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അനീഷിന് ഇപ്പോൾ ചെറുതായിട്ട് ഒരു അനുമോളോട് ചെറിയൊരു ഇതുണ്ട്. അത് ചിലപ്പം അനീഷ് തമാശയായിട്ട് അനുമോളോട് പറയാനും സാധ്യതയുണ്ട്. അനീഷ് ചിലപ്പോൾ ഇപ്പം കുറച്ച് നാളായിട്ട് ഷാനവാസ് ഇട്ട് കുറേ തമാശകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഈ ചിലപ്പോൾ അത് തമാശ. പക്ഷേ അനുമോളത് ചിലപ്പം എനിക്ക് തോന്നുന്ന അനുമോള് അത് എന്തെങ്കിലും ചിരിച്ച് കളിച്ച് തമാശയായിട്ട് ചെയ്യുള്ളൂ. അനുമോളുടെ ആ എക്സ്പ്രഷനും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇനി ഇവർ കല്യാണം കഴിക്കുവാണെങ്കിലും നല്ല കാര്യമെന്നേ എനിക്ക് പറയാനുള്ളൂ. ചില ആളുകൾ മനസ്സിലായിട്ട് ഒരു കല്യാണം കഴിച്ചത് നിനക്കെന്ത്, എനിക്കൊരു കുഴപ്പമില്ല. ഒരു കല്യാണം കഴിച്ചത് നല്ല കാര്യമാണ്. രണ്ട് നല്ല മനസ്സുകൾ തമ്മിൽ നിൽക്കണം, അത്രയേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മൾ വിലയിരുത്തണമല്ലോ. യൂട്യൂബിൽ ബിഗ് ബോസ് റിവ്യൂർ എന്ന നിലയ്ക്ക് നമുക്ക് വിലയിരുത്തണമല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ല, ചില ആളുകളുണ്ട് എല്ലാത്തിനും നെഗറ്റീവ് പറയുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ. നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യും, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കൂടെ ചെല്ലുക ഒക്കെ ചെയ്യുന്നുണ്ട്. അത് അനുമോൾക്കും അറിയാം. എന്ന് വെച്ചാൽ അവിടെ വേറെ ആരും ഒറ്റപ്പെടുത്തുന്നതാണ് അനുമോളെ. പക്ഷേ അനീഷ് അതങ്ങനെ മാത്രമല്ല. അനീഷ് എപ്പോഴും അനുമോളെ എന്തെങ്കിലും വിഷമിച്ചിരിക്കുമ്പോൾ ചെന്ന് അനുമോളെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, വിഷമിച്ചിരിക്കല്ലേ, ഏറ്റുവാ, എല്ലാവരോടും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അനീഷിനൊരു ചെറിയ ഇത് അനുമോളോട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് പ്രണയമാണോ അതോ ഫ്രണ്ട്ഷിപ്പാണോ അതോ ഒരു സഹോദരിയോട് തോന്നി. പക്ഷെ ഇന്നലെ അനീഷ് പറയുന്നുണ്ട് നമുക്ക് കല്യാണം കഴിച്ചാലും. അതൊരു തമാശയായിട്ടാണ് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല. അത് ഒരു തമാശ പോലെ ഇങ്ങോട്ട് അനീഷ് അവതരിപ്പിച്ചായിരിക്കാം. ചിലപ്പോൾ തമാശയായിരിക്കും കേട്ടോ. അനീഷിൻ്റെ കാര്യമല്ലേ, നമുക്ക് ആരുടെ മനസ്സൊന്നും അളക്കാൻ പറ്റത്തില്ലല്ലോ. എന്നിരുന്നാലും അനുമോളത് സമ്മതിക്കൂ എന്ന് തോന്നുന്നില്ല. എൻ്റെ വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.